ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഒരു അലോയിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. കോപ്പറും അതുപോലെ തന്നെ സിങ്കും കൂടിച്ചേർന്നിട്ടുണ്ടാവുന്ന ബ്രാസ് എന്ന് പറയുന്ന, മലയാളത്തിൽ പിച്ചള എന്ന് പറയുന്ന അലോയിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രോൺസ് എന്ന് പറഞ്ഞാൽ വെങ്കലം എന്നൊക്കെയാണ് പറയുക. ഓക്കെ, വെങ്കലം. നമ്മുടെ ഒളിമ്പിക്സിലൊക്കെ 3rd പ്രൈസ് കിട്ടുന്ന ആൾക്കാർക്ക് വെങ്കലത്തിൻ്റെ മെഡലാണ് കൊടുക്കുക. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും വെങ്കലം എന്നുള്ള ഒരു പേര് നമ്മൾ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടായിരിക്കും. ഒളിമ്പിക്സിലാണെന്നുണ്ടെങ്കിലും ഒരു അത്ലറ്റിക്സിൻ്റെ ഗെയിമൊക്കെ നടക്കുമ്പോൾ നമ്മൾ 3ാം സ്ഥാനക്കാർക്ക് എപ്പോഴും വെങ്കലാണ് കൊടുക്കുക. 1ാം സ്ഥാനക്കാർക്ക് സ്വർണം, 2ന് വെള്ളി, 3ാമത്തതിന് നമ്മൾ ബ്രോൺസ് അഥവാ വെങ്കലം എന്ന് പറയുന്ന ഈ ഒരു അലോയിയാണ് കൊടുക്കൽ. നമ്മൾ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചില ആൾക്കാർ ഇതിന് ഓട് എന്നൊക്കെ പറയും. ഓട്ടിൻ്റെ പാത്രം, ഓട്ടിൻ്റെ വിളക്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിന് പറയുന്ന പേരാണ് വെങ്കലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കളറും ഏകദേശം ഒരു ഗോൾഡൻ കളറൊക്കെയാണ്, ഒരു ചെമ്പിൻ്റെ കളറിലൊക്കെയാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗോൾഡൻ കളർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ നേരത്തെ പഠിച്ചിട്ടുള്ള ബ്രാസ് എന്ന് പറയുന്നത് കോപ്പറും അതുപോലെ തന്നെ സിങ്കും തമ്മിൽ കൂടിച്ചേർന്നിട്ടുണ്ടാകുന്നതായിരുന്നു. എന്നാൽ ഇവിടെ ബ്രോൺസ് ഉണ്ടാകുന്നത്, ബ്രോൺസ് ഈസ് എൻ അലോയ് മെയ്ഡ് ഓഫ് കോപ്പർ ആൻഡ് അനദർ മെറ്റൽ, യൂഷ്വലി ടിന്ന്. നമ്മളിതിന് മുന്നേ പഠിച്ചിട്ടുള്ള നോൺ ഫെറസ് മെറ്റലായിട്ടുള്ള കോപ്പറും അതുപോലെ തന്നെ ടിന്നും കൂടി ചേർന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ബ്രോൺസ് എന്ന് പറയുന്ന അലോയ് കിട്ടുന്നത് അഥവാ വെങ്കലം കിട്ടുന്നത്. ഓക്കെ, കോപ്പറും അതുപോലെ തന്നെ ടിന്നും, കോപ്പർ പ്ലസ് ടിന്ന്, ഇത് രണ്ടും കൂടി ചേർന്ന് നമുക്ക് എന്ത് കിട്ടും, ബ്രോൺസ് കിട്ടും. ഓക്കെ, ബ്രോൺസ് അഥവാ വെങ്കലം കിട്ടും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ഓർത്തേക്കുക, കോപ്പറും ടിന്നും കൂടി ചേർന്നാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ബ്രോൺസ് എന്ന് പറയുന്ന പുതിയൊരു അലോയിനെ കിട്ടുന്നത്. അതിൽ രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ എത്ര % കോപ്പറും എത്ര % ടിന്നും അടങ്ങിയിരിക്കുന്നത്, ആ രണ്ടാമത്തെ പോയിന്റ് നമുക്ക് മനസ്സിലാവും. ബ്രോൺസ് ഈസ് 88%, 88% നമുക്ക് എന്താണ്, ബ്രോൺസ് ആണ്. 12% എന്ത്, ടിന്ന്. 12% ടിന്നും 88% എന്താണ്, ബ്രോൺസും കൂടി ചേർന്നിട്ടാണ് നമുക്ക് 88% കോപ്പറും 12% ടിന്നും കൂടി ചേർന്നിട്ടാണ് നമുക്ക് ബ്രോൺസ് എന്ന് പറയുന്ന മൂന്നാമത് ഒരു അലോയിനെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ബ്രോൺസിൻ്റെ ഒരു പ്രോപ്പർട്ടി നോക്കാം. ബ്രോൺസ് യൂഷ്വലി ഈസ് എ ഗോൾഡൻ ഹാർഡ് ബ്രിട്ടിൽ മെറ്റൽ. ഒരു ഗോൾഡൻ കളറിലായിരിക്കും, ബ്രിട്ടിലാണ്, ഹാർഡ് ആൻഡ് ബ്രിട്ടിലാണ്. ഓക്കെ, ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ നല്ല ഹാർഡായിരിക്കും, പക്ഷെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരു ടൈപ്പാണ്. ഓക്കെ, പിന്നെ അടുത്തത് ഒരു ബ്രോൺസിൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറിലൊക്കെയാണ് ബ്രോൺസ് വരിക. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഒരു ഒളിമ്പിക്സിലൊക്കെ 3rd മെഡൽ കിട്ടുമ്പോൾ ആ കൊടുക്കുന്ന ഒരു മെഡൽ, ആ മെഡലിൻ്റെ കളറൊന്ന് ആലോചിച്ച് നോക്കുക. അതാണ് എന്ത്, ബ്രോൺസ് കൊണ്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഒരുപാട് പാത്രങ്ങൾ, വീട്ടിലെ പഴയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മെറ്റൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബ്രോൺസിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് അറിയണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബ്രാസിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ഏകദേശം 950°C മുതൽ 990°C വരെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബ്രോൺസ് എന്ന് പറയുന്നതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ഏകദേശം 906°C ആണ്. ഓക്കെ, 906°C ആണ് എന്ത്, നമ്മുടെ ബ്രോൺസ് അഥവാ വെങ്കലത്തിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 906°C. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക, 906°C. അപ്പോൾ നമുക്ക് ഇത്രയാണ് നമുക്ക് ഈ ഒരു ബ്രോൺസ് എന്ന് പറഞ്ഞ അലോയിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഞാൻ അതിൻ്റെ ലാസ്റ്റായിട്ട് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ മെൽറ്റിംഗ് പോയിന്റുകളൊന്നും ഇവിടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. ഓക്കെ, ആദ്യം നമ്മൾ അലുമിനിയം നോക്കിയിട്ടുണ്ടായിരുന്നു. അലുമിനിയം ഏകദേശം 657°C മുതൽ 660°C ആണ് അലുമിനിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നീട് നമ്മൾ കോപ്പർ പഠിച്ചിട്ടുണ്ടായിരുന്നു. കോപ്പർ നമ്മൾ CU എന്ന് പറഞ്ഞിട്ടാണ് സൂചിപ്പിക്കുക. കോപ്പറിൻ്റെ 1083°C ആണ്. എത്രയാണ്, 1083°C ആണ് എന്ത്, കോപ്പറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചതാണ് സിങ്ക് എന്ന് പറയുന്നത്, നമ്മുടെ ബ്രാസിലൊക്കെ വരുന്നതാണ് സിങ്കിൻ്റെ ഏകദേശം 419°C ആയിരുന്നു. ഓക്കെ, 419°C. പിന്നെ ടിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ടിന്ന് എന്ന് പറയുന്നത് 231 മുതൽ 232°C വരെയാണ് നമ്മുടെ ടിന്നിൻ്റെ ഇത് വരുന്നത്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന ഒരാളായിരുന്നു ലെഡ് എന്ന് പറയുന്നത്, അല്ലേ, LED, ലെഡിൻ്റെ ഏകദേശം 327°C ആണ്. 327°C. ഓക്കെ, പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് പഠിച്ചത് ബ്രാസ് ആയിരുന്നു. ബ്രാസിൻ്റെ വരുന്നത് 950 മുതൽ 990 വരെ ആയിരുന്നു. 950 മുതൽ 990°C വരെ ആയിരുന്നു എന്ത്, നമ്മുടെ ബ്രാസ് എന്ന് പറയുന്ന അലോയിയുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയും. ഇപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ പഠിച്ചതാണ് ബ്രോൺസ്. ബ്രോൺസിൻ്റെ എത്രയാണ് പറഞ്ഞത്, ബ്രോൺസിൻ്റെ 906°C ആണ് മെൽറ്റിംഗ് പോയിന്റ് ആണ് കേട്ടോ പറയുന്നത്.
906 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ത് ബ്രോൺസിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് വരുന്നത്. പിന്നെ നമ്മൾ അയൺ ഇരുമ്പിൻ്റെ ഒക്കെ ഏകദേശം ഒരു 1260 ഡിഗ്രി സെൽഷ്യസ് വരും ഇരുമ്പിൻ്റെ. അതുപോലെ സ്റ്റീലിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1500 മുകളിലായിരിക്കും സ്റ്റീലിൻ്റെ ഒക്കെ മെൽറ്റിംഗ് പോയിന്റ് വരും. അപ്പോൾ ഈ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു മെറ്റൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് ഞാൻ ഓരോ വീഡിയോ പറയുമ്പോഴും മെൽറ്റിംഗ് പോയിന്റ് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്ന കാര്യം എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. താങ്ക് യു.